Welcome to another vlog episode of Rara Small World. ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല. ഇന്ന് ഒരു ഓണം മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കാണ്. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, സർട്ടിഫൈഡ് ഒന്നുമല്ല. ഇതിങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. വെരി സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും എങ്ങനെയാണ് ഞാൻ ടെക്നിക്സ് ഒക്കെ ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാൻ മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ മേക്കപ്പ് ലുക്ക് ട്യൂട്ടോറിയൽസും അതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്കും കൂടിയും അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ഓണമൊക്കെ വരികയാണ്. ഇപ്രാവശ്യം ഓണം അത്ര ഗംഭീരമായിട്ട് ആരും ചെയ്യുന്നില്ല. എവിടെയും പോകാനോ പുറത്ത് പോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ ചെറിയ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. മേക്കപ്പിന് എല്ലാവർക്കും അവരുടേതായ ഓരോ സ്റ്റൈലുണ്ട്. സോ അതുപോലെ ഫോളോ ചെയ്യുക. ഇത് ഞാൻ കാണിക്കുന്ന എൻ്റെ ഒരു സ്റ്റൈലാണ്. ഈ ഒരു ഇടയായിട്ട് ഞാൻ കുറച്ചധികം ടെക്നിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇപ്പോഴും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എൻജോയ് ദ വീഡിയോ. മേക്കപ്പ് എപ്പോഴും തുടങ്ങുന്നതിന് മുമ്പ് ഹെയർ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കുക. ഇപ്പം ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്ലെൻസർ യൂസ് ചെയ്താണ് വാഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ ന്യൂട്രിജനയുടെ നാച്ചുറൽസ് പ്യൂരിഫൈങ് ഫേഷ്യൽ ക്ലെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ക്ലെൻസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടോണർ വെച്ചിട്ട് ഒന്ന് ടോൺ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ടോണർ വിച്ച് ഐ യൂസ്ഡ്. ന്യൂട്രിജനയുടെ തന്നെ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് ഇത്. ആക്നെ പ്രോൺ സ്കിൻസ് അല്ലെങ്കിൽ പോർസ് ഒക്കെ കുറച്ചധികം ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ്. ബിക്കോസ് ആ പോർസ് എല്ലാം മിനിമലൈസ് ചെയ്യും എന്നാണ് പറയുന്നത് ടോണേഴ്സ്. So after toning your face, apply the moisturizer. The moisturizer I'm using is Jergens moisturizer. It's an ultra healing, repairs and heals extra dry skin. Very good moisturizer. It's very good. Angana slimy aitonnum varilla, just absorbs into your skin. So I have taken a little amount of moisturizer and then applied all over the skin. Usually we go for a primer, but today I'm skipping primer. Next I'm going with a foundation plus concealer. It's Milani Conceal Plus Perfect 2-in-1 foundation plus concealer ആണ്. It's in a shade warm sand. സോ ഇവിടെ ഞാനിനി വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് മറ്റ് കുറച്ചും കൂടി ഡിലേ ആവുന്നുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടും. അതുകൊണ്ട് ഞാനിനി വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫൗണ്ടേഷൻ മിലാനിയുടെയാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ചെറിയൊരു എമൗണ്ട് എടുത്തിട്ടുള്ളൂ. അത് ഓൾ ഓവർ ദ ഫേസ് ഇങ്ങനെ പരത്തി കൊടുക്കുക. ജസ്റ്റ് ഡാബ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വളരെ ലൈറ്റായിട്ടാണ് സ്പ്രെഡ് ചെയ്യണേ. അത്ര ഹാർഡായിട്ടൊന്നും സ്പ്രെഡ് ചെയ്യണ്ട. സോ വൺസ് ഫൗണ്ടേഷൻ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമ്മളടുത്തത് ഒരു ലൂസ് പൗഡറാണ് യൂസ് ചെയ്യണത്. ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ലൂസ് പൗഡറാണ്. ഷെയ്ഡ് ലൈറ്റ് 02. ഇത് എല്ലാം ഒന്ന് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. എല്ലായിടത്തും നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും ഇട്ട സ്ഥലത്തെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക. ഓയിലി സ്കിന്നുള്ളവർ എന്തായാലും ഒരു ലൂസ് പൗഡർ യൂസ് ചെയ്യണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ സ്കിന്നെല്ലാം ഓയിലി ആയിട്ട് കാണും. അടുത്തത് ഞാൻ ബ്ലാക്ക് റേഡിയൻസിൻ്റെ ഒരു ബ്രോൺസറാണ് എടുത്തിരിക്കുന്നത്. ഇൻ ഷെയ്ഡ് റം സ്പൈസ്. ഇത് 2 ചീക്കിൻ്റെ സൈഡിലും നോസിൻ്റെ ബ്രിഡ്ജ്, ചിൻ, ഫോർഹെഡ് ഏരിയ അതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രൗൺസ് ചെയ്ത് കൊടുക്കുക. ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ മാത്രമാണെങ്കിൽ ഒരു പ്ലെയിൻ ലുക്കായിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഡെഫിനിഷൻ കിട്ടും. നെക്സ്റ്റ് ഞാൻ ഐബ്രോ ആണ് ചെയ്യണത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇറ്റ്സ് ബ്രൗൺ ഷെയ്ഡ്. ഇടയിൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാൻ യൂഷ്വലി ബ്ലാക്ക് യൂസ് ചെയ്യാറില്ല. എപ്പോഴും തുടങ്ങുമ്പോൾ ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും മിഡിലിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഐബ്രോസ് ഞാൻ എപ്പോഴും ലൈറ്റായിട്ട് വെക്കാറുള്ളൂ. നിങ്ങൾക്ക് എത്ര തിക്നെസ്സും ഡാർക്ക്നെസ്സും ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അടുത്ത് ഞാനൊരു ഐ ഷാഡോ പാലറ്റ്, BH കോസ്മെറ്റിക്സ് ഐ ഷാഡോ പാലറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സൊക്കെ ഉണ്ട്. ഒരു ഐ ഷാഡോ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യണത്. അത് ഒരു ലൈറ്റ് ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ലൈറ്റായിട്ട് തന്നെയാണ് ഞാൻ ആ ക്രീസ് ഏരിയയിൽ മാത്രം ഒരു വൈപ്പ് മോഷനിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
നമ്മളൊരു സിമ്പിൾ ലുക്കാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അടുത്തത് ഒരു ഐലൈനറാണ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അത് വെച്ച് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊന്ന് നോക്കിയാൽ മതി. അടുത്തത് ബ്ലാക്ക് റേഡിയൻസിൻ്റെ റിലൻറ്റ്ലെസ് വോള്യൂം മസ്കാരയാണ്. നമ്മൾ പാർട്ടി ലുക്കിനൊക്കെ മസ്കാര ഇടണം എന്നാണ് ഞാൻ പറയുക. കാരണം നല്ലൊരു ഭംഗി കിട്ടും കണ്ണിന്. ചെറിയ കണ്ണുള്ളവർ പ്രത്യേകിച്ചും ലാഷസ് ഇടുക. ഒരു 2-3 കോട്ടിട്ടാലും നല്ലതായിരിക്കും. അടുത്തത് കാജലാണ്. ഏത് കാജൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ മെബ്ലിൻ്റെ മാസ്റ്റർ കാജലാണ് യൂസ് ചെയ്യണത്. ചെറിയൊരു തിക്നെസ്സിൽ വാട്ടർ ലൈനിൻ്റെ അവിടെ വരയ്ക്കുകയാണ്. നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിയാറായി. ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്. ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ ഐ ഷാഡോ പാലറ്റിന് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ വാട്ടർ ലൈനിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു നമുക്ക് കണ്ണൊന്ന് നല്ല വിടർന്നിരിക്കുന്ന പോലെ തോന്നും. അടുത്തത് ബ്ലഷാണ്. സിറ്റി കളറിൻ്റെ ഒരു ബ്ലഷാണ്. ഷെയ്ഡ് ഈസ് ബ്ലഡ് ഓറഞ്ച്. ഇത് 2 ചീക്സിലും നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ല ഒരു പിങ്കി ഷെയ്ഡ് വരും ചീക്സിലെല്ലാം. പിന്നെ മൊത്തത്തിലൊരു ഹെൽത്തി ലുക്ക് വരും. അടുത്തത് ഒരു ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ ഇസ് മെബ്ലിൻ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ. ഇത് നമ്മുടെ ഫേസിന് ഒരു നല്ല ഗ്ലോയി ലുക്ക് തരാനും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും ഫേസിന്. ഇത് ചീക്ക് ബോൺസിൻ്റെ അവിടെ, നോസ് ബ്രിഡ്ജിൻ്റെ അവിടെ, ബ്രോ ബോൺസ്, ഫോർ ഹെഡിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഇന്ന് കുറച്ച് ലൈറ്റായിട്ടേ വെക്കുള്ളൂ. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ലാസ്റ്റാണ് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുക. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ഇസ് ഗിവ് മീ മോക്ക. വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു കളറാണ്. സോ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഞാൻ ഒരു സിൽവർ കര മുണ്ടാണ് എടുത്തിരിക്കുന്നത്. സിൽവർ ആക്സസറീസ് വെച്ച് പെയറപ്പ് ചെയ്തിട്ടുണ്ട്. I hope you all enjoyed watching this video. First time ആണ്, so mistakes ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. Until I see you in my next video, it's bye from Ramya. Keep supporting and stay safe.